ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളും സുഖമായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. പിന്നെ കഴിഞ്ഞൊരു വ്ളോഗിനകത്ത് കുറേ പേര് ചോദിച്ചൊരു കാര്യമുണ്ട്, അത് ഞാൻ ഈ ഒരു വ്ളോഗിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരു കുഞ്ഞൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. പിന്നെ ഒരു ഐറ്റംസ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ എനിക്ക് അതിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല, ഞാൻ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. ഇത് വേറെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ പറയണം കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. കുഞ്ഞൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ ക്ഷീണിച്ചിട്ടൊക്കെ ആയിട്ടോ ആളെന്നും വരുമ്പോഴേ പറയും എന്തെങ്കിലും തണുത്തത് തരാനുണ്ടോ, വെള്ളം എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ചേക്കണേ എന്നൊക്കെ പറയും. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും തണുപ്പോടെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കാമെന്നും പറഞ്ഞ് നോക്കിയപ്പോൾ ഷാർജ അടിക്കാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചത്. ഷാർജയ്ക്ക് ഞാൻ ഇത് പാലെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല കട്ടിയായിട്ടിരിക്കാം. അപ്പോൾ പഴമില്ലാത്തതുകൊണ്ട് ഷാർജ അടിച്ച് ചിലപ്പം അതൊരു സുഖം കാണത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് തണ്ണിമത്തൻ്റെ പകുതി കട്ട് ചെയ്ത് ഇരിപ്പുണ്ട്. കുറച്ച് നമ്മൾ എടുത്തതിൻ്റെ ബാലൻസ് ആയിട്ടോ, അന്ന് അമ്മയൊക്കെ വന്നപ്പം കൊണ്ടുവന്നതാണ്. അത് ഞാൻ സ്പൂൺ വെച്ച് ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് എടുത്തിട്ട് അത് ഞാൻ ചെറിയ സ്പൂൺ വെച്ച് എടുത്തെന്ന് വെച്ചാൽ ചെറുതായിട്ട് വരുമെന്ന് പറഞ്ഞാണ്. പക്ഷേ അതെൻ്റെ ഒരു തോന്നൽ മാത്രമാണ്, കുറച്ച് വലുതായിട്ടാണ് വന്നത്. പിന്നെ സ്പൂൺ വെച്ച് ചെറുതാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പച്ചമുന്തിരിങ്ങയും പിന്നെ മറ്റേ കറുത്തിട്ട മുന്തിരിങ്ങയും അതെല്ലാം കൂടെ എടുത്തു. പച്ചമുന്തിരിങ്ങ കുറച്ച് നീളമുള്ളതുകൊണ്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇട്ടു. അതിനുശേഷം നമ്മൾ നല്ല കട്ടിയായിട്ടുള്ള പാല് ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം നല്ല കട്ടിയായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അതും കൂടെ എടുത്തിട്ട് പിന്നെ അതിനകത്ത് 2 ഏലക്കയുടെ അരിയും കുരു ഉണ്ടല്ലോ അത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ആ തൊലി ഞാൻ മാറ്റിയിട്ട് അത് രണ്ട് ഏലക്കയുടെ കുരു മാത്രം ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബൗളിനകത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഫ്രൂട്ട്സ് ഇല്ലേ അതും കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ അടിച്ചെടുത്ത ആ ഒരു പാലിൻ്റെ മിക്സും കൂടെ അതിനകത്ത് ചേർത്തിട്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ അതേപോലെ പാലിൻ്റെ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇത് ഐസ്ക്രീം പോലെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നതെന്ന്, പക്ഷേ തെറ്റിപ്പോയി. അതിലോട്ട് ഇട്ടൊന്ന് ഇളക്കിയപ്പോഴത്തേക്ക് ഇത് നല്ലപോലെ ലൂസായി. ഫ്രൂട്ട്സിനകത്തു നിന്നൊക്കെ ആ ഒരു വെള്ളം ഇറങ്ങുമല്ലോ, അതുകൊണ്ട് ആ ഒരു വെള്ളം എല്ലാം കൂടെ ആയപ്പോൾ നല്ല മിക്സ് ആയപ്പോൾ നല്ല ലൂസ് പരുവായി. പിന്നെ ഒരു 3 ബൗൾ എടുത്തു, അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ഇത് 3 ഞങ്ങൾക്ക് വേണ്ടിയിട്ടാട്ടോ, 3 പേർക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത പാലിൻ്റെ മിക്സ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, കാരണം ഞാൻ പകുതി മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. അങ്ങനെ പകുതി നല്ല രീതിയിൽ കട്ടിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതൊരു കുഞ്ഞൊരു തവിയൊക്കെ വെച്ചിട്ട് 3 എണ്ണത്തിനകത്തും കോരി കുറേശ്ശെ വെച്ച് നോക്കി. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. കാണുമ്പോൾ ഒരു ഐസ്ക്രീം വെച്ചതുപോലെയൊക്കെ നമുക്കൊരു ഫീല്, പക്ഷേ ഐസ്ക്രീം അല്ല, നമുക്കല്ലേ അറിയാവൂ. എന്തൊക്കെ പറഞ്ഞാലും സംഭവം കിടുവായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് മുന്നേ നമുക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്, എന്തോ ഒരു സംഭവം കഴിച്ചപ്പോൾ ഈ സെയിം ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ 3 പേര് ഇങ്ങനെ പറയായിരുന്നു, പക്ഷെ അതെന്താണ് സംഭവം എന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. പിന്നെ ഈ ഒരു സംഭവം ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അതെങ്ങനെയുണ്ടെന്നും കൂടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞൊരു വ്ളോഗ് ഇട്ടപ്പോൾ, അതായത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒരു വ്ളോഗ് ഇട്ടപ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കര സംശയങ്ങളായിരുന്നു. കുഞ്ഞൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ, കുഞ്ഞൻ്റെ അമ്മയാണോ അതിനടുത്ത് ഉണ്ടായിരുന്നത്, അതോ ശരണയുടെ അമ്മയാണോ, അമ്മ ആരാന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. അന്നേരമാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഒന്നും കാണുന്നൊന്നും ഇല്ല, ചുമ്മാതെ പറയുന്നതല്ലേ എല്ലാ വീഡിയോയും കാണുമെന്ന്. അപ്പോൾ ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഞാനൊരു വീഡിയോയ്ക്കകത്ത് കുഞ്ഞൻ്റെ അച്ഛനും അമ്മയും കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്, കുഞ്ഞൻ ആണെന്ന് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിന് മുന്നേ ഞാൻ എൻ്റെ വീട്ടിൽ പോയ ഒരു വീഡിയോയ്ക്കകത്ത് എല്ലാ അമ്മമാരെയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, കാണിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മമ്മി ആരാ, അമ്മച്ചമ്മ ആരാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോയും കണ്ടതൊന്നും ഇല്ല. എന്നാലും പോട്ടെ, ഞാൻ എന്നാലും മമ്മി ആരാന്നായിരുന്നു ഒരുപാട് പേരുടെയും സംശയം. അപ്പോൾ മമ്മി ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. മമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ചേച്ചിയാണ്, അതായത് എൻ്റെ വല്യമ്മ. പക്ഷേ എനിക്കങ്ങനെ പറയാൻ തീരെ താല്പര്യമില്ല. എന്നെ പ്രസവിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, എന്നെ നോക്കിയതും വളർത്തിയതും സ്നേഹം തന്ന് മോളെപ്പോലെ സ്നേഹിച്ച് വളർത്തിയത് കൊണ്ട് തന്നെ അങ്ങനെ പറയാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ടാണ് ആര് ചോദിച്ചാലും അമ്മ എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നത്. ഞങ്ങൾ മമ്മി എന്നിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ മനസ്സിലാവാൻ വേണ്ടി പറയത്തേ ഉള്ളൂ. വീട്ടിൽ നിൽക്കുമ്പോൾ അമ്മ എന്ന് തന്നെയാണ് ഞങ്ങൾ 3 പേരും വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും. അതുകൊണ്ട് എൻ്റെ അമ്മ എന്ന് പറയുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. അങ്ങനെ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മമ്മി ആരാന്ന്. ഇനി ആരും ചോദിക്കരുത് കേട്ടോ, അത് പറയുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം മമ്മി അമ്മ ആരാന്ന് ഇങ്ങനെ തരം തിരിച്ച് ചോദിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സങ്കടമാണ്. എനിക്ക് എല്ലാവരും ഒരേപോലെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മമാർ എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ, സീ യു.